ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്ലാക്ക് ബി അല്ല, നമ്മുടെ വണ്ടി ഫാസിനാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ഹെൽമെറ്റ് എടുത്തായിരുന്നു, നമ്മുടെ ബിൽമോളയുടെ ഹെൽമെറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ V3 ബ്ലാക്ക് ബിക്ക് ചെറിയൊരു കംപ്ലയിൻറ്റ് കിട്ടി ഷോറൂമിലാണ്. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹെൽമെറ്റിനെ കുറിച്ച് നമുക്ക് അവസാനം നോക്കാം. നമ്മൾ മെയിനായിട്ട് നമ്മുടെ വണ്ടി V3ക്ക് ഇന്നൊരു കംപ്ലയിൻറ്റ് കിട്ടി. ഇന്നലെ ഓടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോയി. അപ്പോൾ എനിക്ക് എന്താ സംഭവമൊന്നും പിടികിട്ടിയില്ല. 2-3 ദിവസമായിട്ട് വണ്ടി സൈലൻസറിൻ്റെ അവിടെ നിന്ന് ചെറിയ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് അത് കാര്യമായിട്ട് എടുത്തില്ല, എന്തെങ്കിലും കരടോ അങ്ങനെ എന്തെങ്കിലും അടഞ്ഞിരിക്കുമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഇന്നലെ കംപ്ലയിൻ്റ് ആയപ്പോഴാണ് ആകെ സീനാപ്പ് ചെയ്ത് വരച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ മീറ്ററിലൊരു റെക്കോർഡ് കാണിക്കുന്നുണ്ടായിരുന്നു, 39 എന്നുള്ള റെക്കോർഡ്. ഞാൻ ജസ്റ്റ് അത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ എന്തോ കംപ്ലയിൻ്റ് ആണെന്നാണ് നെറ്റിൽ കൊടുത്തിരുന്നത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല, വണ്ടി ഓഫായിപ്പോയി. എന്നിട്ട് ഞാൻ അവിടെ ഒരു വീട്ടിൽ കയറ്റി വെച്ചു. ആ വീട്ടിലെ കഥ പറയുകയാണെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിലൊക്കെ നമ്മളൊരു വീട്ടിൽ പരിചയമില്ലാത്തൊരു വീട്ടിലൊക്കെ ചെല്ലുകയാണെങ്കിൽ അവരൊന്നിലും സമ്മതിക്കില്ല, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കും. പക്ഷേ ആ വീട്ടിൽ നല്ലൊരു വീട്ടിൽ, അത് ഞാൻ എടുത്ത് പറയേണ്ട ഒരു അനുഭവം തന്നെയാണ് ഈ കിട്ടിയത്. പക്ഷേ ഞാൻ വണ്ടി അവിടെ വെച്ചോട്ടെന്ന് ചോദിച്ചു. അതിനെന്താ മോനെ കയറ്റിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ നാളെ വന്ന് എടുക്കോളൂ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല മോനെ അവിടെ കയറ്റി വെച്ചോളാൻ പറഞ്ഞു. നൈസായിട്ട് അവിടെ കയറ്റി വെച്ചു. പിന്നെ പിറ്റേ ദിവസം പോയപ്പോൾ വേറൊരു അനുഭവം കൂടി എനിക്കുണ്ടായി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിറ്റേ ദിവസം വന്നപ്പോൾ ജസ്റ്റ് എനിക്കൊരു പറ്റിയൊരു മണ്ടത്തനാണ്. ഞാൻ വണ്ടി തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കി. അപ്പോൾ ഈ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഓവർഫ്ലോ അങ്ങനെ എന്തോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കിയ ടൈമിൽ വണ്ടി സ്റ്റാർട്ടായ ടൈമിൽ വണ്ടിക്കകത്ത് സൈലൻസറിനകത്തിന് ചെറിയ രീതിയിൽ വണ്ടിക്കകത്തിന് സ്പാർക്ക് വന്നിട്ട് തീ വന്നപ്പോൾ ഞാൻ ആകെ ടെൻഷനായി പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈലൻസറിനുള്ളിലൊക്കെ ഫസ്റ്റ് ടൈമാണ് തീ വരുന്നത് എൻ്റെ വണ്ടിയിൽ. ഞാനാകെ ടെൻഷനായി പോയി. അപ്പോൾ തന്നെ വീട്ടുകാരെ വിളിച്ചു. അവർ വെള്ളമൊക്കെ കൊണ്ടു തന്നു. എന്തൊരു വല്ലാത്തൊരിതായിരുന്നു. അവർ വെള്ളമൊക്കെ കൊണ്ടു തന്നു. ഞാൻ സൈലൻസറിൽ അപ്പോൾ തന്നെ കോഴി വെച്ചു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടായില്ല. ഒരു തീ അണഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ആൾട്ടോ ബോയിനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, എടാ അത് സീനൊന്നുമില്ല, ജസ്റ്റ് അത് വണ്ടി ഓവർഫ്ലോ ആയിട്ട് നീ തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ടാണ്. തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്, നീ ഷോറൂമിൽ കൊണ്ടുപോകാനെങ്കിൽ കുറച്ച് ബെറ്റർ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാനൊന്നും നോക്കിയില്ല. ഞാൻ അങ്ങനെ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ആകെ ഫുൾ ടെൻഷനായിപ്പോയി. വീട്ടുകാർ അപ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ടിങ് രീതിയിലൊക്കെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. എനിക്ക് വേറെ ഏതെങ്കിലും ഒരു വീട്ടുകാരാണെങ്കിൽ അപ്പം തന്നെ കാറ്റ് തരി പറഞ്ഞേട്ടെ, ഇതങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ നേരെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു നമ്മുടെ ആല പെരിങ്ങാട്ട് ഷോറൂമിൽ കൊടുക്കാൻ, അതിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ നേരെ പെരിങ്ങാട്ട് ഷോറൂമിൽ അവിടെ നിന്ന് തള്ളി നേരെ ആലുവ പെരിങ്ങാട്ട് ഷോറൂമിൽ വണ്ടി കൊണ്ട് എത്തിച്ചു. അപ്പോൾ ഒരു ഇഞ്ചക്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ശരിക്കും അത് വാറണ്ടിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചെറിയ എന്തെങ്കിലും ക്ലാവോ എന്തെങ്കിലും പിടിച്ചേക്കുന്നതിന് കംപ്ലയിൻ്റ് ആണെങ്കിൽ ജസ്റ്റ് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ മാറും, ഇല്ലെങ്കിൽ സ്പെയർ വരാൻ ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെയാണെങ്കിൽ എന്തായാലും ന്യൂ ഇയറിനൊക്കെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ എന്തായാലും കൊളാവാൻ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇറർ കോഡിൻ്റെ സംഭവം എനിക്ക് ഇന്നലെയാണ് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ R15 ആയാലും V2 ആയാലും ഇതിനകത്ത് എല്ലാത്തിനും നമുക്ക് വണ്ടിയുടെ കംപ്ലയിൻസിൽ ഇറർ കോഡ് കാണിക്കും. V2-ലാണ് എനിക്ക് തോന്നുന്നു, V2 അതിൻ്റെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു ഇതനുസരിച്ചാണ് വണ്ടിയുടെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കുന്നത്. എത്ര ടൈം ബ്ലിങ്ക് ചെയ്യുന്നു എന്ന് അനുസരിച്ചാണ് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ R15-ലുള്ള വണ്ടികൾക്കൊക്കെ അതിൻ്റെ മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഏതാണ് കംപ്ലയിൻ്റ് എന്ന് ഇറർ കോഡ് കാണിക്കും. ജസ്റ്റ് അത് നെറ്റിൽ ആ സെർച്ച് ചെയ്ത് കിട്ടും. ഞാൻ സെർച്ച് ചെയ്ത് R15 ഇറർ കോഡ് എന്ന് പറഞ്ഞിട്ട് ആ കാണിച്ച ഇറർ കോഡ് 39 പറഞ്ഞ ഇറർ കോഡാണ് കാണിച്ചത്. ആ നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറിയിട്ട് അടിച്ചു നോക്കാം. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങൾ നെറ്റിൽ ഈ പറഞ്ഞ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാം. നമ്മളിപ്പോൾ ഫോണിലാണ് ചെയ്യണത്, വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വണ്ടി ഇറക്കുന്ന ടൈമിൽ ഷോറൂമിൽ പോയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ എന്തായാലും അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ ഇടുന്നതായിരിക്കും. ആകെ പിന്നെ നമ്മൾ ബിൽമോളയുടെ ഹെൽമെറ്റ് എടുത്തായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കണ്ടായിരുന്നു, ഒരു 5000 അല്ലെങ്കിൽ ഒരു 10,000 ഉള്ളിൽ വയ്ക്കുന്ന നല്ല ഹെൽമെറ്റിൻ്റെ പേര് ഏതാണ് ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹെൽമെറ്റാണ് ഇപ്പോൾ പുതിയോടെ ഇറങ്ങിയത് ബിൽമോള എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ 10,000 5,000 ഇടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹെൽമെറ്റാണ് ബിൽമോളയുടെ ഹെൽമെറ്റ്. മെയിനായിട്ട് ഈ ഹെൽമെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഷേപ്പും ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ലുക്കും തോന്നിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് കുറവാണ്, വെയിറ്റ്ലെസ് ആണ്. നമ്മുടെ ഇതിൻ്റെ റാപ്പിഡ് എന്ന് പറഞ്ഞ മോഡലാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിൻ്റെ തന്നെ കുറച്ച് കളർ വേരിയൻറ്റിലും മോഡൽസിലൊക്കെ വരുന്നുണ്ട്. ഈ ബാക്കിലത്തെ ഫോയിലറും കാര്യങ്ങളൊക്കെ വേറെ കളർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഓപ്പണർ കൊടുത്തിട്ടുണ്ട് എയർ ഫ്ലോ പോകാനായിട്ട്. ഇവിടെയും ഉണ്ട്, മുകളിലും ഉണ്ട്. പിന്നെ ഡബിൾ വൈസറല്ല, ഒറ്റ സിംഗിൾ വൈസറാണ് കൊടുത്തേക്കണം, ഒറ്റ ഇതുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അഡീഷണൽ ആൻറ്റി ഫോഗിൻ്റെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ.
പിന്നെ ഇന്നത്തെ വീഡിയോ പരമാവധി പെട്ടെന്ന് ചുരുങ്ങുന്നത് ഇവിടെ സൗണ്ടൊന്നും ഇല്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ വണ്ടി, ഒറ്റ വണ്ടി പോകാണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ വന്നപ്പോൾ ഇഷ്ടം പോലെ വണ്ടിയും വിചാരിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അവിടെയൊക്കെ ഇരുന്ന് ചെയ്തിട്ട് ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണ് ഈ ഫോണിലെടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇപ്പോൾ വണ്ടിയിൽ നിന്നിട്ട് ഇഷ്ടം പോലെ വണ്ടികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോരം വണ്ടികളാണെന്ന് അറിയാം, എന്ത് പറയാനാണ് ഗൈസ്. അപ്പോൾ ഇതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ആക്സോറിൻ്റെ ഹെൽമെറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ MTയുടെ ഹെൽമെറ്റ് വലിയ കുഴപ്പമില്ല. പിന്നെ സോളിൻ്റെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു 10-12 ആ റേഞ്ചിൽ വരുന്ന ഹെൽമെറ്റ്സാണ്. പിന്നെ സ്റ്റെറ്റ്സിൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഹെൽമെറ്റ് സ്റ്റെറ്റ്സിൻ്റെ വലിയ കുഴപ്പമില്ലാത്ത ഹെൽമെറ്റാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ചുരുക്കിയ വീഡിയോ ആണ്. കാര്യം ഫോണിലെടുക്കുന്നതുകൊണ്ടും കൊണ്ട് പരിഗണതി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടു. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡിൻ്റെ കേസും പിന്നെ വണ്ടിയുടെ കംപ്ലയിൻറ്റിൻ്റെ കേസും എനിക്ക് എന്തായാലും ഇടണമെന്ന് തോന്നി. അതാണ് ഞാൻ വീഡിയോയിൽ ഇട്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ ഇറക്കി കഴിയുമ്പോൾ ഷോറൂമിൽ പോയിട്ട് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് സർവീസിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഹെൽമെറ്റിന് മോർ ഡീറ്റെയിൽസ് നമ്മൾ ഷോറൂമിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബേസിക് റിവ്യൂ ആയിട്ട് കൂട്ടിയാൽ മതി. ഡീറ്റെയിൽ ഹെൽമെറ്റിൻ്റെ റിവ്യൂ നമ്മൾ ഷോറൂമിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും.